അവർ ഇങ്ങനത്തെ ഒരു മൈതാനം കിട്ടിയില്ല. അപ്പൊ റോട്ടൊക്കിൽ ഒരു പൊതുയോഗം വെച്ചു. സഹിച്ചൂടാ, അയ്യോ റോട്ടൊക്കിൽ മാർക്സിസ്റ്റ് പൊതുയോഗം വെച്ചു. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ അയൽവാസികൾക്ക് ശല്യം ഉണ്ടായിക്കൊണ്ടാവരുത് ഒന്നും. അപ്പോഴേക്കും മറ്റേ കേസ് സുപ്രീം കോടതിയിലേക്ക് എന്തിനും ഇവിടെ ഒരു ലോക്കൽ സമ്മേളനത്തിന്റെ പൊതുയോഗത്തിന് സ്റ്റേജ് കിട്ടി സുപ്രീം കോടതിയിൽ പോയി കേസ് എടുക്കുക. എന്താ കാര്യം? നിയമവും പോലീസും ഒന്നും ഈ മുറ്റത്ത് കാലുകുത്തില്ല. ആ കാറ് പോവാത്ത റോട്ടിൽ സ്റ്റേജ് കെട്ടി കുടുങ്ങിയില്ലേ മനുഷ്യൻ? വെറുതെ അല്ല ഇയാളെ എന്താണോ പുറത്തോട്ട് പോണത്? എന്തൊരു ട്രാഫിക് ജാം. അല്ലെങ്കിൽ ഇവിടെ ട്രാഫിക് ജാം ഉണ്ടായില്ലേ? ഇപ്പൊ ഇന്ന് ഇവിടെ ഒരു ട്രാഫിക് ജാം ഉണ്ട് നമ്മളെ പൊതുയോഗത്തിൽ നിന്ന്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തെളിച്ചു പറ. എന്നാ ഞാൻ തെളിച്ചു പറയാം. 10 മനുഷ്യൻ അത്ര സ്ഥലം പോരെ? എന്താ ഞാൻ പറഞ്ഞത് വല്ല കറക്റ്റ് ഉണ്ടോ? ഇല്ല നീ ഇപ്പൊ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതും ഒക്കെ കറക്റ്റാ. എനിക്ക് തിന്നാൻ താനും അവനും ഒക്കെ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. 10 കാർ പോകാൻ എത്ര സ്ഥലം വേണമെങ്കിലും ആലോചിക്കേ. നീ എന്താ കഞ്ചാവുന്ന കോഴിയെ പോലിരിക്കുന്നേ? അത് ആരും പറയുന്നില്ല. ഇവരെല്ലാരും കൂടി കാർ പോകേണ്ട കാര്യമുണ്ട്. നടന്നു പോയപ്പോഴേ എന്താ പണ്ടൊക്കെ നമ്മൾ നടന്നു പോയില്ലേ? ഇത്ര കാറ് വേണമെന്ന് നിങ്ങൾ ആരെയും ചോദിക്കുന്നത്? ഇങ്ങേർക്ക് ഇങ്ങനൊരു അസുഖമൊന്നുമില്ലായിരുന്നല്ലോ. നാട്ടുകാർ റെഡി മേടിച്ചവരൊന്നും ഉറപ്പാ. എന്നാ ഇത്ര വലിയ കാറ് വേണോ? അത് വേണം. ഇന്നൊരു കുഞ്ഞിക്കാറ് പോയപ്പോ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ഏറ്റവും വലിയ കാറ് പോകുമ്പോ അത്രയും സ്ഥലം പോവല്ലേ? വിഷമിക്കണ്ട, ഒരു 2 കിലോമീറ്റർ നടന്നാലേ ഇവിടെ അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട്. മെല്ലെ അങ്ങനെ ഉരുട്ടി പോണ്ടാവും. അമ്മായിമ്മേനെ കാണാൻ പോകും. ഞായറാഴ്ച തിരക്ക് കൂടുതലാ. കവി തല്ലു വാങ്ങിയിട്ടേ പോകുന്നാ തോന്നുന്നത്. അമ്മായിമ്മേന്റെ വീട്ടിക്ക് പോവാ. അങ്ങനെ വർത്തമാനം പറഞ്ഞിങ്ങനെ വർത്തമാനം പറഞ്ഞു സല്ലപിച്ചു. അത്യാവശ്യത്തിന്റെ പോക്കാൽ വളരെ കുറവായിരിക്കും. താനിതെങ്ങനെ കണ്ടു? കാറുള്ളോൻ കാറ് പോകുന്നത് പോലെ തന്നെ പാവങ്ങൾക്ക് ഒരു ജാഥ നടത്താനുള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു തരണമെന്ന്. എള്ളുണങ്ങുന്ന എണ്ണയ്ക്കാണെന്ന് വെക്കാം. അതിന്റെ കൂടെ കിടന്ന് ഈ ആട്ടുകാട്ട് ഉണങ്ങുന്ന എന്തിനാണ് മനസ്സിലാകാൻ? ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തിക്കുന്നത് സോഷ്യലിസം സ്ഥാപിക്കാനാണ്. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഉള്ളവനും ഇല്ലാത്തവനും ഇല്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കാനാണ്. സാമൂഹ്യ മാറ്റത്തിനാണ്. ഈ മനുഷ്യൻ രാവിലെ തന്നെ തുടങ്ങിയോ? ഇല്ലടേ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ നാട് ഇനി അതിനേക്കാൾ കൂടും. AI ടെക്നോളജി കണ്ടുപിടിച്ചിരിക്കുക. ആ എങ്കിൽ ഞങ്ങൾ പോകാതെ ഇരിക്കണോ? സുനാമി ഭൂകമ്പൊക്കെ വന്നിട്ട് നമ്മൾ പിടിച്ചിരിക്കുന്നില്ലേ?